ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുലർത്തേണ്ട ആഴമായ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വായനകൾ. സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ജെറമ്യാ പ്രവാചകനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സത്യത്തിന് വേണ്ടി നിലനിന്ന ജെറമ്യാ പ്രവാചകൻ ചെളിക്കുണ്ടിലേക്ക് എറിയപ്പെടുന്നു. ജീവിതത്തിലെ സഹനങ്ങളിലും പ്രതിസന്ധികളിലും സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കേണ്ട ഓർമ്മപ്പെടുത്തലാണ് ജെറമ്യാ പ്രവാചകൻ നൽകുന്ന പാഠം. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുൻപേ യാത്ര പോയ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹെബ്രായർക്കുള്ള പുസ്തകം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുക. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രതിയാണെന്നുള്ള വലിയ തിരിച്ചറിവാണ് നമ്മുടെ കുറേയൊക്കെ ആഴമായ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുക. ഭൂമിയിൽ തീയിടാനാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ക്രിസ്തു പറയുന്നു. ക്രിസ്തു ഓർമ്മിപ്പിക്കുന്ന ഈ തീ ദൈവവചനം തന്നെയാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. സത്യത്തിന് വേണ്ടി എന്നും നിലനിൽക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരാൽ തള്ളിപ്പറയപ്പെട്ടേക്കാം. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അവയെല്ലാം ദൈവസ്നേഹത്തെ പ്രതി ഉറച്ച വിശ്വാസത്തോടെ നേരിടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.